ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത നമുക്കറിയാം. നമ്മുടെ നടൻ ജയറാമിനെ അറിയാലോ. വലിയ ഭക്തനാണ് അദ്ദേഹം, നല്ലൊരു മനുഷ്യനാണ്, വലിയ ഭക്തനാണ് അദ്ദേഹം. എല്ലാ വർഷവും ശബരിമല അയ്യപ്പന്റെ ദർശനത്തിന് പോകുന്നയാളാണ്. അതുപോലെ നമ്മുടെ തൃശ്ശൂർ പൂരം വരുമ്പോൾ അവിടെ ചെണ്ടമേളത്തിനും എല്ലാം അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തനാണ്. പക്ഷെ ഇപ്പം വിവാദങ്ങൾ അങ്ങനെയല്ല. കേരളത്തിന്റെ വിവാദത്തിന്റെ നായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ പാലക ശില്പം ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ ജോലി ഇതാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അതായത് നമുക്കറിയാം, ഭക്തി മൂത്തൊരു വരുമ്പം പ്രശ്നമാകുമല്ലോ. അതുപോലെയായിരിക്കും ജയറാമിന് പറ്റിയത്. കാരണം ഇതുപോലുള്ളവര് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഒരിക്കലും അത് നമുക്കറിയാം സ്മാർട്ട് ക്രിയേഷൻ ആണ് ഇത്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ആണ് ഇത് ചെയ്തത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ശുദ്ധി വരുത്തി അവിടെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു വീട്ടിലിറക്കി വെക്കാനോ ഒന്നും പാടില്ല. അപ്പം ജയറാമിന് ഒരുപക്ഷെ അറിയില്ലാത്തതുകൊണ്ടാണ് ജയറാം അവിടെയുള്ള നാട്ടുകാരെയും പ്രശസ്തരായ പല വ്യക്തികളെയും അദ്ദേഹം വിളിച്ചു വരുത്തി ഇങ്ങനെ അവിടെ വെച്ചൊരു പൂജ നടത്തിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ പുണ്യം നേടാൻ സാധിക്കും. കാരണം ഇദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനല്ലേ, ഭക്തി മൂത്തപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. കാരണം പ്രശസ്തരായാൽ പോലും ഇതുപോലുള്ളവരുടെ കെണിയിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ പേരും പെരുമയും ഒക്കെ പോകും. കാരണം വളരെ സിനിമയിൽ തന്നെ ഒരു മാന്യനായ വ്യക്തിയാണ്, വളരെ ഭക്തനാണ്, വളരെ സംസാരിക്കുന്നത് പോലും വളരെ സ്മാർട്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംസാരത്തിന് വളരെ കുലീനമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ആഭാസപരമായ ഒരു സംസാരം പോലും നല്ലൊരു വ്യക്തിയാണ് ജയറാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പോലും ഇതിൽ ഒരു നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം ഇതിൽ ഒരു തരത്തിലും കുറ്റക്കാരനല്ല. അദ്ദേഹത്തിന് ഒന്നും രഹസ്യമായിട്ട് ചെയ്തില്ല. കാരണം രഹസ്യമായിട്ട് ചെയ്തെങ്കിലും ആൾക്കാരെ വിളിച്ചു കൂട്ടില്ല. അപ്പൊ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവിടെ വലിയ പൂജയൊക്കെ നടത്തി അവിടെ ഇത് അലങ്കരിച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ ഈ കെണികളിൽ ഈ ഉണ്ണികൃഷ്ണൻ ഈ കെണികളിൽ ഇത് വലിയ അന്വേഷണങ്ങൾ നടത്തേണ്ട ആവശ്യമാണ്. ഇത് എവിടെയൊക്കെ കൊണ്ടുപോയി, ആരുടെയൊക്കെ വീട്ടിൽ വെച്ചാണ് ഇത് പൂജകൾ നടത്തിയത്, ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് വലിയ സമഗ്രാന്വേഷണം വരേണ്ടതാണ്. അപ്പൊ ഇതുപോലുള്ള ബഹുമാന്യരായ നടന്മാർ പോലും ഇതിൽ പെട്ടുപോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആണ്, സംസ്കാരത്തിൽ നമ്പർ 1 ആണ്. പക്ഷെ എന്നാൽ നമ്പർ 1 പൊട്ടന്മാരുള്ള നാട് എന്നിട്ട് അത് കേരളമാണെന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിലെ ഓരോ സംഭവ വികാസങ്ങൾ എടുത്തു നോക്കുമ്പോഴും അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ഉണ്ണികൃഷ്ണൻ പോറ്റികളും ഇങ്ങനെ ഓരോ അവതാരങ്ങൾ ഇങ്ങനെ വരികയും അവരുടെ ട്രാപ്പിൽപ്പെട്ട ആളുകൾ പോവുകയും ചെയ്യുന്നത് ഒട്ടും ആശാസ്യകരമല്ല. അപ്പോ നടൻ ജയറാം പോലും ഇനി ഓരോ കാര്യം, നടൻ ജയറാമിന് ആരായാലും ഓരോ കാര്യങ്ങളിലും ഇതുപോലുള്ള ആൾക്കാരുമായി ഇടപഴകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഇടപഴകാൻ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള മാനം കൂടി പോകും.